കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരത്തെ നീചവൃത്തികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നീചവൃത്തിയായി അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും വിശേഷിപ്പിച്ചത്. ഞാൻ ഓതിവെച്ച സൂറത്തുൽ ഇസ്രായിൽ ആയത്ത് വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വ്യഭിചരിക്കുമ്പോൾ അതിന്റെ അടുത്തുകൂടി പോകരുത് എന്നല്ല. വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാര്യത്തിലേക്കും നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഇന്നഹു കാന ഫാഹിശതൻ, അത് ഏറ്റവും വലിയ നീചവൃത്തിയാകുന്നു. വസാഅ സബീല, സമൂഹത്തിനിടയിൽ ഏറ്റവും വൃത്തികെട്ട മാർഗവുമാകുന്നു അത് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിവരിക്കുന്നിടത്ത് വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തോടും പ്രാർത്ഥിക്കാത്തവരാണ്. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായപ്രകാരമല്ലാതെ അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത ഒരാത്മാവിനെയും കൊന്നുകളയാത്തവരാണ്, മനുഷ്യവധം നടത്താത്തവരാണ്. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരാണ്. കണ്ടോ, ശിർക്കിനോടും കൊലപാതകത്തോടും ചേർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെ പരാമർശിച്ചിരിക്കുന്നത്. വമൻ യഫ്അൽ ദാലിക, ഈ വക കുറ്റകൃത്യങ്ങൾ ആര് ചെയ്താലും യൽഖ അസാമ, അതിന്റെ പാപഫലം അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളുടെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന, അതിൽ നിന്ദ്യനായിക്കൊണ്ട് അവൻ ശാശ്വതനായി കഴിഞ്ഞുകൂടുന്നതാണ്. തുടർന്നുള്ള ആയത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കുമെന്നും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്ഥിതി അയാൾക്കുണ്ടാക്കുമെന്നും ഒക്കെ തുടർന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, ഇതിന് നിശ്ചയിക്കപ്പെട്ട ശിക്ഷ മാത്രം, ഭൗതിക ശിക്ഷ, ഇസ്ലാമിക ഗവൺമെന്റ് നൽകുന്ന ശിക്ഷ മാത്രം നോക്കിയാൽ മതി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. സൂറത്തുൻ നൂറിലെ 2-ാമത്തെ ആയത്ത് അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, വ്യഭിചരിച്ച പുരുഷനും വ്യഭിചരിച്ച സ്ത്രീക്കും നിങ്ങൾ 100 അടി വീതം നൽകണം. വലാ തൗഖുദുകും ബിഹിമാ റൗഫത്തുൻ ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു കാരുണ്യവും ദാക്ഷിണ്യവും നിങ്ങളെ പിടികൂടാൻ പാടില്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. വൽയശദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ, അങ്ങനെ 100 അടി നടപ്പിലാക്കുന്നത് ഒരു സ്വകാര്യ മുറിയിൽ വെച്ചാകരുത്, പരസ്യമായിട്ടായിരിക്കണം. ഒരു കൂട്ടം മുഅ്മിനുകളുടെ മുമ്പിൽ വെച്ചായിരിക്കണം അവർക്ക് നിങ്ങൾ ഈ 100 അടി ശിക്ഷ നൽകേണ്ടത്. ഇത് അവിവാഹിതരാണെങ്കിൽ മാത്രം. അവിവാഹിതനായ പുരുഷനോ അവിവാഹിതയായ സ്ത്രീയോ വ്യഭിചരിച്ചാൽ അവർ തെളിഞ്ഞാൽ അതിനുള്ള ശിക്ഷ, 4 സാക്ഷി മുഖേന അത് തെളിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയാണ് 100 അടി പരസ്യമായിട്ട്. അതിൽ യാതൊരു ദാക്ഷിണ്യവും പാടില്ല, ഒരു ദയയും പാടില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിവാഹിതനാണ് വ്യഭിചരിച്ചതെങ്കിലോ, വിവാഹിതയായ സ്ത്രീയാണ് വ്യഭിചരിച്ചതെങ്കിലോ അവരെ പരസ്യമായി എറിഞ്ഞു കൊല്ലണമെന്നാണ്. അരക്കുമീതം മൂടുന്ന കുഴിയിൽ ഇറക്കി നിർത്തി കല്ലുകൊണ്ട് ഓരോ വിശ്വാസിയും എറിഞ്ഞെറിഞ്ഞ് നമ്മൾ പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ എറിഞ്ഞു കൊല്ലണമെന്നാണ് അതിന്റെ ശിക്ഷ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തുമാത്രം വലിയ കുറ്റമാണ് വ്യഭിചാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള മുഴുവൻ മാർഗങ്ങളെയും കൊട്ടിയടച്ചത്. ഇസ്ലാമി ഗൗരവമേറിയ ശിക്ഷ പ്രഖ്യാപിച്ചത് അതിലേക്ക് എത്തുന്ന മുഴുവൻ മാർഗങ്ങളും അടച്ചതിനു ശേഷമാണ്. ഒന്നാമതായി ഈ ശിക്ഷ നിശ്ചയിച്ചതോടൊപ്പം കണ്ണുകൾ നിയന്ത്രിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു. കാരണം വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നത് നോട്ടമാണ്. ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ പരസ്പരം വികാരത്തോടെ നോക്കുന്നതിനെ കർശനമായി വിലക്കിയ ഒരു മതമാണ് ഇസ്ലാം. അത് നേർക്ക് നേരെ നോക്കിയാലും ടിവിയിൽ നോക്കിയാലും പുസ്തകത്തിൽ നോക്കിയാലും പോസ്റ്ററിൽ നോക്കിയാലും ഏതിലായാലും അത് കുറ്റമാണ്. ചിലത് കുറ്റം കൂടും, ചിലത് കുറ്റം കുറയും എന്ന് മാത്രം. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, നബിയെ സത്യവിശ്വാസികളായ ആണുങ്ങളോട് പറയുക, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകും. തീർന്നില്ല, ഇനി പെണ്ണുങ്ങളോടാ പറയുന്നത്. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കട്ടെ. ഈ ദൃഷ്ടികൾ നിയന്ത്രിക്കുന്നതും ഗുഹ്യസ്ഥാനവും തമ്മിൽ എന്താണ് ബന്ധം? നോട്ടമാണ് മനുഷ്യനെ വ്യഭിചാരത്തിലേക്കും അതുപോലെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിലേക്കും നയിക്കുന്ന ഒന്നാമത്തെ ഘടകം. യാ അലി ലാ തുത്ബിഇൻ നദറതൻ നദറ, അലി ഒന്നിനു പിറകെ ഒന്നായി തുടരെ ഒരു പെണ്ണിനെ നോക്കല്ലേ. ഫഇന്ന ലകൽ ഊലാ ഫഇന്നമാ ലകൽ ഊലാ,
ആദ്യത്തേത് ഉദ്ദേശപൂർവമല്ലാതെ ഒരു പെണ്ണ് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടെന്ന് വരാം, അത് നിനക്ക് അനുവദിക്കപ്പെട്ടതാണ്. വലൈസലക സാനിയ, വീണ്ടും കരുതിക്കൂട്ടി നോക്കുന്നത് അത് നിനക്ക് അർഹതയുള്ളതല്ല എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത് എത്രയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യ സ്ത്രീകളെ നോക്കാൻ വേണ്ടി എന്തെല്ലാം ചാൻസുകൾ കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന ചെറുപ്പക്കാരെയും പ്രായം ചെന്നവരെയും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സിനിമകളിലും സീരിയലിലും ഒക്കെ ആളുകൾ ഇന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഇത് കാണുകയാണ്. പുരുഷന്മാര് സ്ത്രീകളുടെ ഔറത്ത് കാണുന്നു, സ്ത്രീകൾ പുരുഷന്മാരുടെ ഔറത്ത് കാണുന്നു. പുരുഷനും സ്ത്രീയും തമ്മിൽ മറച്ചു വെക്കേണ്ട ലൈംഗിക വൃത്തികൾ പരസ്യമായി നടക്കുന്നത് സിനിമകളിലും സീരിയലുകളിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ സംസ്കാരം നശിക്കുന്ന, മനുഷ്യന്റെ മനസ്സ് ദുഷിപ്പിക്കുന്ന അത്തരം സീരിയലുകൾക്ക് അടിമപ്പെട്ടവരാണ് നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരിലും ഒറ്റനവധി ആളുകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് പരസ്യക്കാരെല്ലാവരും പെണ്ണുങ്ങളെയാണ് പരസ്യത്തിന് സ്വീകരിക്കുന്നത്. ജ്വല്ലറിക്കാരുടെ പരസ്യം, ഏറ്റവും വലിയ മോഡൽ പെണ്ണിനെ ലക്ഷങ്ങളും കോടികളും കൊടുത്താണ് മുസ്ലിം ജ്വല്ലറിക്കാൾ വിലക്കെടുക്കുന്നത്. മുസ്ലിം എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം അതാണ്. ഹിന്ദുക്കൾക്ക് ഇതൊന്നും പ്രശ്നമല്ല, ക്രിസ്ത്യാനിക്ക് പ്രശ്നമല്ല, പക്ഷെ മുസ്ലിമിന് അങ്ങനെയല്ല. കച്ചവടം കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ മോഡൽ പെണ്ണേതാണ്, അല്ലെങ്കിൽ മിസ് ഇന്ത്യയെ കിട്ടുമോ, മിസ് കേരളയെ കിട്ടുമോ, എന്നിട്ട് അവളെ ചിത്രം, അത് പകുതി നഗ്നമായിട്ട്. ഇവിടുത്തെ ടെക്സ്റ്റൈൽസുകാര്, മുസ്ലിം ടെക്സ്റ്റൈൽസുകാര്, എനിക്കറിയാം, മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന പള്ളിയിൽ പോകുന്നവർ പോലും ഉണ്ട് അതിൽ. അവരുടെ ടെക്സ്റ്റൈൽസിന്റെ പരസ്യം അന്യ പെണ്ണുങ്ങളെ വെച്ചിട്ടാണ്. അന്യ പെണ്ണുങ്ങളെ ആഭാസകരമായ അവരെ വയറും പൊക്കിളും കയ്യും കാലും ഒക്കെ കാണിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ റമദാൻ മാസത്തിൽ വരെ എങ്ങനെ ഇതൊക്കെ ഹലാലാകും? അപ്പൊ പരസ്യത്തിന് വേണ്ടി പെണ്ണിനെ ഉപയോഗിക്കാം. പർദ്ദന്റെ പരസ്യം എന്താ? പർദ്ദകളുടെ ഇനങ്ങൾ ഇങ്ങനെ ആങ്കറിൽ തൂക്കിയിട്ട പരസ്യം പോരാ, അവർക്ക് പർദ്ദയിട്ട മോഡൽ പെണ്ണിനെ വിളിക്കും. ആ മോഡൽ പെണ്ണ് പർദ്ദയും ഇട്ട് മൊബൈൽ ഫോണും പിടിച്ചിങ്ങനെ നിൽക്കണം. പർദ്ദയല്ല ആളുകൾ നോക്കുക, പെണ്ണിനെയാണ് നോക്കുന്നത്. കണ്ടോ? എവിടെ ഇറങ്ങിയാലും സിനിമാ പോസ്റ്ററുകളെ കൊണ്ട് കണ്ണു തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. മനുഷ്യനെ ഈ സെക്സ് എന്ന മൂന്നക്ഷരത്തിന് ചുറ്റും കെട്ടിയിടാൻ വേണ്ടി പിശാച് കണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ തഖ്വ നശിപ്പിക്കുവാൻ വേണ്ടി, മനുഷ്യന്റെ മതബോധം നശിപ്പിക്കുവാൻ വേണ്ടി അതിലേക്ക് ഇന്ന് മുസ്ലിം പണക്കാരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണം ഉണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുക, എന്നിട്ട് കുറച്ചങ്ങോട്ട് ധർമ്മം കൊടുക്കുക, കുറച്ച് യത്തീംഖാനക്കും കുറച്ച് പള്ളിക്കും ഒക്കെ കൊടുത്താൽ ഒക്കെ ക്ലിയറായി, 2 ഹജ്ജും ചെയ്ത ഒക്കെ ക്ലീനായി എന്ന് വിശ്വസിക്കുന്ന കുറെ പണക്കാര് ഇനി നമ്മുടെ സമുദായത്തിലുണ്ട്. അവർ പലരും ഈ പ്രസംഗം കേൾക്കുന്നില്ല, കാസറ്റുകൾ കേൾപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? നമ്മുടെ സമുദായം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളോട് ചോദിച്ചാൽ പറയുന്നത് കലയും സാഹിത്യവും ഒക്കെ ഇസ്ലാം അംഗീകരിച്ചതല്ലേ? എന്ത് കലയും സാഹിത്യം? അത് ഇങ്ങനെയുണ്ട് ഒരു കലയും സാഹിത്യവും? മനുഷ്യന്റെ സംസ്കാരം നശിപ്പിക്കുന്ന കല ഇസ്ലാം അംഗീകരിക്കോ? മനുഷ്യന്റെ സംസ്കാരം നശിപ്പിക്കുന്ന സാഹിത്യം? അതിപ്പോ സ്പോർട്സ് അല്ലേ? സ്പോർട്സിൽ അങ്ങനെയൊക്കെ വേഷം കെട്ടാൻ പറ്റുള്ളൂ. ആരാനോട് സ്പോർട്സിന് പോകാൻ പറഞ്ഞ അല്ല ചോദിക്കോ, ടെന്നീസ് കളിച്ചിരുന്നോന്ന്, എന്റെ മോളെ ടെന്നീസ് കളിപ്പിച്ചിരുന്നോന്ന് ചോദിക്കോ? വനിതാ ഫുട്ബോൾ എന്ന് പറയുമ്പോഴത്തിന് അവിടെ നിറഞ്ഞു ആണുങ്ങൾ. ഫുട്ബോൾ കാണാനല്ല പോണത്, കളിക്കുന്ന പെണ്ണുങ്ങളെ കാണാനാ. വല്ല സംശയമുണ്ടോ? ഇതാ അപ്പൊ ജംബോ സർക്കസ് എന്നു സർക്കസ് വരാൻ പോണ്, അല്ലെങ്കിൽ മറ്റേ സർക്കസ്, ഏത് സർക്കസിലായാലും പെൺ പ്രദർശനമാണ്. സർക്കസിലെ കോമാളി മുൻകൈയും മുഖൈക ബാക്കിയൊക്കെ മറിച്ചിട്ടുണ്ടാവും. നല്ല പാന്റും കുപ്പായും ഹാറ്റും ഒക്കെ ഉണ്ടാവും, സോക്സും ഷൂസും ഒക്കെ ഉണ്ടാവും. പെണ്ണാണെങ്കിലോ മറക്കേണ്ട ഭാഗം കുറച്ച് മറച്ചു എന്ന് പറയാൻ പേരിന് മാത്രം മറിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഓള് ഊഞ്ഞാലാടുന്നതും ഓള് സൈക്കിളുമ കളിക്കുന്നതും അത് കാണാനാ പോകുന്നത്. പെൺ പ്രദർശനമാണ്. കായികാഭ്യാസങ്ങൾക്ക് ഇസ്ലാം എതിരാണോ? കായികക്ഷമത ഉണ്ടാക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മൊക്കനട്ട പെണ്ണുങ്ങളും ഒക്കെ പോവുക. ഇപ്പൊ കുറെ ഉത്സവങ്ങളുണ്ട് ഇവിടെ, മലബാർ മഹോത്സവം, വ്യാപാരികളെ വകയായിട്ട്. എന്നിട്ട് അവിടെ ചാട്ടുകട്ടിയും മരണക്കിണറും സർക്കസും എല്ലാവരും ഇതിന്റെ പിറകിലാണ് ഇപ്പോൾ. അതിനുവേണ്ടി നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ അണിഞ്ഞുകെട്ടി ഒരുങ്ങി പോവുകയാണ്. മുസ്ലിം പെണ്ണുങ്ങളെ പുറത്തിറക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് ഇവിടുത്തെ കച്ചവട കണ്ണുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പൈസ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ഭർത്താക്കന്മാര് ഗൾഫിലായിരിക്കും, ഇഷ്ടം പോലെ അയച്ചു കൊടുക്കും, ഇഷ്ടം പോലെ കൊണ്ടുപോയി ചെലവാക്കും. അതുകൊണ്ട് കച്ചവടം കിട്ടണമെങ്കിൽ മുസ്ലിം പെണ്ണുങ്ങളെ പുറത്തിറക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ ലൈംഗിക വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ പരസ്യങ്ങളും മോഡലുകളും ഒക്കെ വർദ്ധിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മത കൈക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും, യാതൊരു സംശയവുമില്ല. ചില ആളുകളൊക്കെ രഹസ്യമായിട്ട് അശ്ലീലം കാണുന്നവരാണ്. ആരുടെയും കൂടുള്ളപ്പോഴൊന്നും അശ്ലീലം കാണൂല. പൈങ്കിളി സാഹിത്യം വാങ്ങിയിട്ട് മെല്ലെ ബനിയന്റെ ഉള്ളിൽ തിരികിയിട്ട് കിടക്കന്റെ അടി കൊണ്ടുവച്ചിട്ട് അതിങ്ങനെ വായിച്ചിട്ട് മെല്ലെ കിട്ട്. ഏതെങ്കിലും ദിവസം ആരെങ്കിലും വന്ന് കടക്കൊന്നിച്ച് നോക്കുമ്പോഴാ കാണുക, എടുത്തേക്കാൻ മറന്നുണ്ടാവും. എപ്പോഴും ചെയ്താൻ ഓർമ്മ കൊടുക്കൂല്ലോ. അങ്ങനെ അശ്ലീലം വായിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, രാത്രി എല്ലാവരും ഇറങ്ങിയ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്നിട്ട് അശ്ലീല കാസറ്റ് കാണുക.
ബ്ലൂ കാസറ്റ് കാണുക.